ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കയ്യിലുള്ള ഏകദേശം 9ഓളം വരുന്ന ടബുകളാണ് ഇക്കാണുന്നത്. അതിൽ കുറച്ചധികം മത്സ്യങ്ങളെയും നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് കിടക്കുന്ന മത്സ്യങ്ങളുടെ ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായി പോകുന്നത്. അപ്പോൾ ആദ്യമായി നമ്മളുടെ ഒന്നാമത്തെ ബേസിനകത്തായി നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത് ചില്ലി മൊസൈക്ക് എന്ന് പറയുന്ന ഈ ഒരു മത്സ്യത്തെയായിരുന്നു. ഇതിന്റെ ഈ ഒരു പേര് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് എനിക്കറിയില്ല. അതേപോലെ തന്നെ നമ്മളുടെ രണ്ടാമത്തെ ബേസിനകത്തായി നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന മത്സ്യം ശ്രീലങ്കൻ വൈറ്റ് അല്ലെങ്കിൽ സ്നോ വൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു മത്സ്യത്തെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു മത്സ്യത്തെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിലായി പറഞ്ഞിരുന്നത്. ഇനി നമ്മളുടെ മൂന്നാമത്തെ ബേസിനകത്തായി നിക്ഷേപിച്ചിട്ടുള്ള മത്സ്യത്തെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായി പോകുന്നത്. അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ ബേസിനകത്തായി നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന മത്സ്യം ഫുൾ ബ്ലാക്ക് എന്ന് പറയുന്ന ഈ ഒരു മത്സ്യത്തെ ആയിരുന്നു. ഈ ഒരു മത്സ്യത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇനി പറയാനായി പോകുന്നത്. ഫുൾ ബ്ലാക്ക് എന്ന പേര് പോലെ തന്നെയാണ് ഈ ഒരു മത്സ്യം. ശരീരം മുഴുവനായി കറുപ്പ് നിറത്തിലാണ് ഈ ഒരു മത്സ്യത്തെ കാണാനായി സാധിക്കുന്നത്. ബ്ലാക്ക് ഐ വിഭാഗത്തിൽപ്പെടുന്ന മത്സ്യങ്ങളായതുകൊണ്ട് തന്നെ നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള മത്സ്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അസുഖങ്ങൾ ബാധിച്ച് ചത്തുപോകാറില്ല. ഇതിനകത്തൊരു ഫിഷിന്റെ ടെയിൽ കുറച്ച് കട്ടായി പോയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാനായി സാധിക്കും. അപ്പൊ അതിന് കാരണവും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ പറയുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഫിഷിന്റെ മെയിൽ ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ ആണ് പറയാനായി പോകുന്നത്. നല്ല രീതിയിൽ ബ്ലാക്ക് ഷെയ്ഡ് കയറി വന്നിരിക്കുന്നതും വലിയ ടെയിലുള്ളതുമായിട്ടുള്ള ഫിഷാണ് മെയിൽ ഫിഷ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫീമെയിൽ ഫിഷ് എന്ന് പറയുമ്പോൾ മെയിൽ ഫിഷിന്റെ അത്രത്തോളം കറുപ്പ് കളർ കാണാനായി സാധിക്കുകയില്ല. മെയിൽ ഫിഷിന്റെ ടെയിലിന്റെ അത്രയും വലിപ്പം ഫീമെയിൽ ഫിഷിന് ഉണ്ടാവുകയില്ല. അതേപോലെ തന്നെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഫീമെയിൽ ഫിഷിന് മെയിൽ ഫിഷിനേക്കാൾ കുറച്ചുകൂടി വലിപ്പം കൂടുതലായിരിക്കും. അതേപോലെ തന്നെ അക്വേറിയം ഷോപ്പിൽ നിന്നും ഏകദേശം 2 പേർ ഗപ്പികളെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നത് ഹൈബ്രിഡ് ഗപ്പികളാണ്. ആയതുകൊണ്ട് തന്നെ അതിന് ജനിക്കുന്ന കുട്ടികളും ഒരേ ലൈനേജിൽപ്പെട്ട കുട്ടികൾ തന്നെയായിരിക്കും. മിക്സ്ഡ് ഗപ്പിയെ പോലെ വ്യത്യസ്ത കളറിലുള്ള കുട്ടികൾ ഇതിന് ജനിക്കുകയില്ല. അപ്പോൾ ഈ കാണുന്നത് ഫുൾ ബ്ലാക്കിന്റെ 2 ഫീമെയിൽ ഫിഷുകളാണ്. അതേപോലെ തന്നെ എന്തിനാണ് ഞാൻ ഈ 2 ഫീമെയിൽ ഫിഷിനെ മാത്രമായി എടുത്തു വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, ഇതിലൊരു ഫീമെയിൽ ഫിഷിന്റെ ചിറകിലും അതേപോലെ തന്നെ ടെയിൽ എൻഡിലായിട്ടും നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള വൈറ്റ് സ്പോട്ട് കാണാനായി സാധിക്കും. അപ്പോൾ ഇതിന് ബാധിച്ചിട്ടുള്ള രോഗം എന്ന് പറയുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് ഇനി പറയാനായി പോകുന്നത്. അപ്പോൾ ഈ കാണുന്നത് മെത്തിലിൻ ബ്ലൂ അല്ലെങ്കിൽ മിസ്റ്റർ ബ്ലൂ എന്നൊക്കെ വിളിക്കുന്ന ഒരു മെഡിസിൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് ആഡ് 1 മില്ലി ഓഫ് മിസ്റ്റർ ബ്ലൂ ടു 20 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ, ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ 24 ഹവേഴ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു മീനിന് ഫംഗൽ ഇൻഫെക്ഷൻ ബാധിച്ചു കഴിഞ്ഞാൽ അതിൽ കിടക്കുന്ന മുഴുവൻ മീനുകൾക്കും ഫംഗൽ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഒരു ബോട്ടിലിനകത്ത് കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് 2-3 ഡ്രോപ്പ് മിസ്റ്റർ ബ്ലൂ ആഡ് ചെയ്യുക. എന്നിട്ട് ഈ ഒഴിച്ച ഡ്രോപ്പ് വെള്ളത്തിൽ നല്ല രീതിയിൽ സ്പ്രെഡ് ആവാൻ വേണ്ടി ഒരു സ്പൂൺ ഉപയോഗിച്ച് അതിനെ നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മളുടെ ഫംഗസ് ബാധിച്ച മത്സ്യങ്ങളെ നമുക്ക് നിക്ഷേപിക്കാനായി സാധിക്കുന്നതാണ്. അപ്പോൾ ആ ടബിനകത്തുണ്ടായിരുന്ന മുഴുവൻ മത്സ്യങ്ങളെയും നമ്മൾ ഈ മിസ്റ്റർ ബ്ലൂ ആഡ് ചെയ്ത വെള്ളത്തിനകത്തേക്ക് നിക്ഷേപിക്കാനാണ് പോകുന്നത്. ഏകദേശം ഒരു ദിവസം മുഴുവനായി നമ്മൾ ഈ മീനുകളെ വെള്ളത്തിൽ ഇട്ട് വെക്കണം. എങ്കിൽ മാത്രമേ ഫംഗസ് മാറി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിലൊരു മെയിൽ ഫിഷിന്റെ ടെയിൽ കട്ടായി പോയതും ഇതേപോലെ ഫംഗസ് ബാധിച്ചതിന് ശേഷമാണ്. അതേപോലെ തന്നെ നമുക്ക് പ്ലാന്റഡ് ടാങ്കുകളിൽ വളർത്താൻ പറ്റിയ ഒരു മത്സ്യമാണ് ഗപ്പി ഫിഷുകൾ. നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഇത്രയും നാളായിട്ട് ഇവരിൽ നിന്നും കുട്ടികളൊന്നും നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതേപോലെ തന്നെ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഫിഷുകളാണ് ഫുൾ ബ്ലാക്ക് ഗപ്പീസ്. പിന്നെ ഇത്തരത്തിലുള്ള ഗപ്പികളെ വളർത്തുന്നവർക്ക് എയറേഷൻ്റെ ഫിൽട്രേഷൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അതേപോലെ തന്നെ മാസത്തിലൊരിക്കൽ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് ഫിഷുകളുടെ ഹെൽത്തിന് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ വാട്ടർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബ്രീഡായി കഴിഞ്ഞിട്ടുള്ള ഫിഷിനെ പ്രത്യേകം മാറ്റിയിടുന്നതായിരിക്കും നല്ലത്. ഇല്ലാത്ത പക്ഷം അതിന്റെ കുട്ടികളെ മറ്റുള്ള മത്സ്യങ്ങൾ ഭക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റുകളിൽ ഏകദേശം 100 രൂപ പ്രൈസ് റേഞ്ച് ആണ് ഈ കാണുന്ന മത്സ്യങ്ങൾക്ക് വരുന്നത്. അതേപോലെ തന്നെ ഫുൾ ബ്ലാക്ക് ഗപ്പീസിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടെയിൽ ക്വാളിറ്റിയും ഡോർസലും ഇയറും ഒക്കെ വരുന്ന ഒരു ഫിഷ് തന്നെയാണ് ഫുൾ ബ്ലാക്ക് ഗപ്പീസ് എന്ന് പറയുന്നത്. ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കാണാൻ ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ഫിഷ് തന്നെയാണ് ഫുൾ ബ്ലാക്ക് ഗപ്പീസ്. ഫുൾ ബ്ലാക്ക് ഗപ്പികളെ പോലെ തന്നെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഒരുപാട് തരം ഗപ്പി ഫിഷുകളെ ഇന്ന് അക്വേറിയം ഷോപ്പുകളിൽ നിന്നും നമുക്ക് വാങ്ങിക്കാനായി സാധിക്കുന്നതാണ്. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഈ ഫിഷുകൾക്കെല്ലാം ഒരേ പ്രൈസ് റേഞ്ച് ആയിരിക്കുകയില്ല. പലയിടത്തും വ്യത്യസ്ത പ്രൈസ് റേഞ്ചിലായിരിക്കും നമുക്ക് ഫിഷുകളെ ലഭിക്കുക. എന്തായാലും നമ്മൾ ഈ ഫിഷിനെ തിരികെ ടബിനകത്തേക്കായി നിക്ഷേപിക്കാനായി പോവുകയാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ പുതിയൊരു ഫിഷിന്റെ വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം.